ബാർസലോന അവസാനമായി സ്വന്തമാക്കിയ 2015 UCL നേട്ടത്തിൽ സുപ്രധാന പങ്കുവച്ച താരം. 2018 ക്രൊയേഷ്യയെ വേൾഡ് കപ്പ് ഫൈനലിലോട്ട് നയിക്കുന്നതിൽ ലൂക്ക മോഡ്രിച്ചിനൊപ്പം മിഡ്ഫീൽഡിൽ നെടുന്തൂണായി നിന്നിട്ടുള്ള ഈ താരം ഇപ്പോൾ ഇതാ ഫുട്ബോളിൽ നിന്ന് ഒഫീഷ്യലായി വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫുട്ബോളിലെ അണ്ടർ റേറ്റഡ് താരങ്ങളുള്ള ഒരാളായ 37 വയസ്സുകാരൻ ഇവാൻ റക്കിറ്റിച്ചിനെ കുറിച്ചാണ്. 2005 സ്വിസ് ക്ലബ് FC ബേസിലിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് 2007-08 സീസണിൽ ജർമ്മൻ ക്ലബ്ബായ FC ഷാൽക്കയിലോട്ടും പിന്നീട് 2011 ലാലിഗയിൽ സെവില്ലയിലോട്ടും ഇദ്ദേഹം കൂടുമാറുന്നത്. സെവില്ലയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ ഇംപ്രസ്ഡ് ആയിട്ടാണ് ബാർസലോന അദ്ദേഹത്തെ 2014 സൈൻ ചെയ്യുന്നത്. തൊട്ടടുത്ത സീസണിൽ തന്നെ ബാർസലോന UCL ജേതാക്കളാക്കുന്നതിൽ മുഖ്യ പങ്കുവച്ച താരങ്ങളിൽ ഒരാളും ആ ഫൈനലിൽ ഗോൾ നേടിയ താരങ്ങളിൽ ഒരാളും കൂടിയാണ് ഇദ്ദേഹം. പിന്നീട് 2020 തിരിച്ച് സെവില്ലയിലോട്ട് ചേക്കേറിയ താരം അതിനുശേഷം അൽ ഷബാബിന് വേണ്ടിയും അവസാനമായി ഹജ്ജ് സ്പ്ലിറ്റിന് വേണ്ടിയുമാണ് കളിച്ചത്. ഒരു UCL, 2 യൂറോപ്പ ലീഗ്, ക്ലബ് വേൾഡ് കപ്പ്, UEFA സൂപ്പർ കപ്പ്, 4 ലാലിഗ ടൈറ്റിൽസ് എന്നിവയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ക്ലബ് കരിയറിലെ പ്രധാനമായിട്ടുള്ള ട്രോഫീസ്. 2007 ക്രൊയേഷ്യൻ ദേശീയ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ഈ താരം അവരുടെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമായ 2018 വേൾഡ് കപ്പ് ഫൈനലിൽ എത്തിക്കുന്നതിൽ സുപ്രധാന താരങ്ങളുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം. 2020 ദേശീയ ടീമിൽ നിന്ന് റിട്ടയർ ആയ താരം ഇപ്പോൾ ഇതാ ക്ലബ് ഫുട്ബോളിൽ നിന്നും ഒഫീഷ്യലി റിട്ടയർ ആകുമ്പോൾ മൊത്തം 971 മത്സരങ്ങളിൽ നിന്നായി 131 ഗോളും 157 അസിസ്റ്റും ഒട്ടനേകം ട്രോഫികളുമായിട്ടാണ് ഇപ്പോൾ ഇതാ ഫുട്ബോൾ ലോകത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. കളിച്ചിട്ടുള്ള എല്ലാ ഫുട്ബോൾ ടീമിലും നിശബ്ദനായി നിന്ന് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് ഇവാൻ റക്കിറ്റിച്ച്.